എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 400 രൂപയ്ക്കകത്ത് നമ്മൾ മേടിച്ചാൽ നമുക്ക് വർത്ത് ബൈയിങ് ആകുന്ന അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം റേറ്റിംഗോടും ഒക്കെ കൂടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബോൾട്ട് ഓഡിയോയുടെ ബാസ്ബഡ്സ് StormX എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇതിന്റെ സ്റ്റോം എന്ന് പറഞ്ഞൊരു ഇയർഫോണിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റോമും അല്ലെങ്കിൽ StormXും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുമ്പോൾ മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. വേറൊന്നുമല്ല, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അത് നമ്മുടെ ചാനലിന് തരുന്ന ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാസ്ബഡ്സ് StormX എന്നും അതുപോലെ തന്നെ ബോൾട്ട് ഓഡിയോ, അവിടെ ഈ ഒരു ഇയർഫോണിൻ്റെ ഫോട്ടോയൊക്കെയാണ്. സൈഡിൽ നോക്കുവാണെങ്കിൽ ബോൾട്ട് ഓഡിയോ എന്നും മറു സൈഡിൽ നോക്കുവാണെങ്കിൽ 1 year വാറണ്ടി, അതുപോലെ തന്നെ AL സ്ട്രക്ചർ, ഡീപ് ബാസ് 3D അക്കോസ്റ്റിക്, ബിൽറ്റ് ഇൻ മൈക്രോ വൂഫേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പുറകിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് MRP എന്ന് പറയുന്നത് 999 രൂപയും അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2020 ആണെന്നുള്ളതാണ്. മെയ്ഡ് ഇൻ ചൈന എന്നുള്ളതാണ് ഈ ഒരു ഇയർഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇനി ഒന്ന് പൊട്ടിക്കാം. എന്തായാലും പൊതുവെ ബോൾട്ടിൻ്റെ എല്ലാ പ്രോഡക്ട്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാക്കിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് രജിസ്റ്റർ ഫോർ വാറണ്ടി, നമുക്കൊരു വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളൊരു കാർഡുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇയർഫോൺ ദാ ഇവിടെ ഉണ്ട്. കൂടെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചെവിയിലിരിക്കുന്നതാണ് നമ്മുടെ ബാസ്ബഡ്സ് StormX എന്ന് പറയുന്ന ഇയർഫോണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടും അല്ലെങ്കിൽ നല്ല ഡിസൈനോട് കൂടിയിട്ടുമാണ് ഈ ഒരു ഇയർഫോൺ ലഭ്യമാകുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമ്മുടെ ബോക്സിൽ കണ്ടതുപോലെ 2 ഇയർ ടിപ്സുകളാണ് നമുക്ക് എക്സ്ട്രാ ഈ ഒരു ഇയർഫോണിൻ്റെ കൂടെ ലഭ്യമാകുന്നു എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സൗണ്ട് കോറിൽ നമുക്ക് ലഭ്യമാകുന്നത് 4 എണ്ണമാണ്. എന്നാൽ ഇവിടെയും ഇതൊന്നും മാത്രമല്ല, ബോൾട്ട് എന്നുള്ളതല്ല മറ്റുള്ള ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും നമുക്ക് 3 അല്ലെങ്കിൽ 2 ഇയർ ടിപ്സുകളാണ് കൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. സൗണ്ട് കോറിൽ പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ആ ഒരു 4 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകൾ കിട്ടുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ നമുക്ക് 3 കളേഴ്സിലാണ് ലഭ്യമാകുന്നത്. ഒന്നെന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറ്, മറ്റൊന്നെന്ന് പറയുന്നത് റെഡ്, പിന്നെ ഉള്ളത് ഗ്രേ കളറ്. എന്തായാലും ബോൾട്ടിൽ നമുക്ക് പൊതുവേ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, റെഡ് എന്നൊക്കെ മെൻഷൻ ചെയ്താലും അതൊരു ഡ്യുവൽ ടോണോട് കൂടിയിട്ടുള്ളൊരു കളറിലായിരിക്കും നമുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ബ്ലൂ ആണെങ്കിൽ പോലും ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു കേബിള് ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ആയിരിക്കാം മേ ബി റെഡിലും അതുപോലെ തന്നെ ഗ്രേയിലും ഒക്കെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത്. എന്തായാലും നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 399 അല്ലെങ്കിൽ 388 ഒക്കെയാണ്. എന്നാൽ ഓഫർ സമയത്ത് നമുക്ക് 299 രൂപയ്ക്ക് ഇത് ലഭ്യമാകും എന്നുള്ളതാണ്. ഇനി ഫിസിക്കലി നോക്കുവാണെങ്കിൽ 3.5 mm ഒരു ഗോൾഡ് പ്ലേറ്റഡ് ജാക്കോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഇയർഫോൺ ലഭ്യമാകുന്നത്. അവിടെ ഒരു ബോൾട്ടിന്റെ ലോഗോ കാണാൻ സാധിക്കും. ഇനി ഒരു കേബിളിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേബിളാർ റീഇൻഫോഴ്സ്ഡ് കേബിൾ ആണ്. അതായത് മറ്റുള്ള കേബിൾസിനേക്കാളും 5 മടങ്ങ് ക്വാളിറ്റി കൂടിയതാണ് ഈ ഒരു കേബിളാർ റീഇൻഫോഴ്സ്ഡ് കേബിൾ എന്ന് പറയുന്നത്. ഇനി തൊട്ട് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ MFB കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് മുന്നേയായിട്ട് ഒരു മൈക്ക് കാണാൻ സാധിക്കും. പിറകിൽ ബോൾട്ട് ഓഡിയോ എന്ന് ലോഗോ വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ 10 mm നിയോഡൈമിയം മാഗ്നറ്റിക് ഡ്രൈവേഴ്സ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു മാഗ്നറ്റും കണ്ടില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ വാങ്ങിച്ച പ്രോഡക്റ്റിൽ അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഇനി ഈ ഒരു പ്രോഡക്റ്റിലായിരിക്കുമോ ഇങ്ങനെ ഒരു പ്രശ്നം എന്നുള്ളത്. പൊതുവെ നമ്മുടെ വീഡിയോയിലൊക്കെ പലരും ഇതുപോലെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ മേടിച്ചാൽ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ മേടിച്ചൊരു പ്രോഡക്റ്റിൽ ഈ ഒരു ഡ്രൈവേഴ്സ് തമ്മിൽ, അതായത് ഇയർ ടിപ്സുകൾ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്രദമാകും എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ പൊതുവേ ഫോട്ടോയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, ഡ്രൈവേഴ്സിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബൾക്കി ആയിട്ടുള്ളൊരു ഫീൽ തരുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്കൊരു തിൻ രീതിക്കുള്ളൊരു ഫീൽ തരുന്ന രീതിയിലുള്ള ഡിസൈൻ ആണെന്നുള്ളതാണ്.
നമുക്ക് മുകളിലായിട്ട് ഒരു സ്നാക്ക് ഫിറ്റ്, സിലിക്കൺ സ്നാക്ക് ഫിറ്റ് ഇയർ ടിപ്സുകളും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അതൊന്നും നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇവിടെയും നമ്മുടെ ബോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. പൊതുവെ നമ്മൾ നോക്കുവാണെങ്കിൽ 3 സ്ഥലങ്ങളിൽ അവരുടെ കമ്പനിയുടെ പേര് എഴുതാൻ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി ലെങ്ത് പറയുവാണെങ്കിൽ 125 മുതൽ 130 സെന്റിമീറ്ററിനകത്താണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിലൊക്കെ നമ്മുടെ പോക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്താലും ഇനി ഓടുവാണ് ചാടുവാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു കേബിൾ വലിഞ്ഞിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം റെസ്ലിംഗിലും അതല്ലാന്നുണ്ടെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് 100% നമുക്ക് യൂസ് ചെയ്യാം. വേറെ ഒരു പ്രശ്നവും ഇതിൽ നമുക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. 1 വർഷമാണ് ഇതിന്റെ വാറന്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി. മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ പക്ക 101% നല്ല പെർഫെക്റ്റ് മൈക്ക് ക്വാളിറ്റി തന്നെയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി നിങ്ങൾ എന്താ പറയുക അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അതിനൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ മറ്റുള്ള ഇയർഫോൺസ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന സമയത്ത്, എന്നാൽ ഇപ്പോൾ കുറച്ച് നാൾ മുതൽ ഞാൻ ഈ ഒരു ടൈപ്പ് ഞാൻ പറയാൻ പോകുന്ന രീതിയിലാണ്. വേറൊന്നുമല്ല, ഫ്രണ്ട്സിനെ ഞാൻ ആദ്യം വിളിക്കും, എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കും എങ്ങനെയുണ്ട് എൻ്റെ ക്വാളിറ്റി, വോയിസ് എങ്ങനെ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഫാൻ്റെ സൗണ്ട് നല്ല സൗണ്ട് ആയിരിക്കും, ഒരു 5 ഇട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്, ഫാൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാട്സപ്പിൽ എൻ്റെ തന്നെ ഓഡിയോ അയച്ചിട്ട് കേട്ടു നോക്കും. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നോയിസ് ക്യാൻസലേഷൻ എങ്ങനെ ഇതിൽ നമുക്ക് എന്താ പറയുക വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഫാൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒട്ടും തന്നെ കേൾക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം എന്നുള്ള നല്ല രീതിക്ക് നൽകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ബോൾട്ടിൻ്റെ ബാസ്ബഡ്സ് StormX എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളെ സ്റ്റോമിൽ ഉള്ള അത്രയും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചില്ല. എന്നാൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്, വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ ബേസ് നമുക്ക് പൊതുവെ ഈ ഒരു ബോൾട്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ കുറച്ച് ഡോമിനേറ്റഡ് ആണ്. ബാസ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഈ ഒരു സാധനം വാങ്ങിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ PUBG അല്ലെങ്കിൽ മറ്റുള്ള അതുപോലുള്ള ഗെയിംസ് കളിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ബജറ്റ് 300 രൂപയേ ഉള്ളൂ, അതായത് ഓഫർ സമയത്ത് ഇത് 300 കിട്ടുവേ, അതല്ലാന്നുണ്ടെങ്കിൽ 400 രൂപയേ ഉള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കണ്ണും പൂട്ടി വാങ്ങിച്ചോ. കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, PUBG കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് മൈക്കിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെവിയിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് മൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ അടുത്താണെന്ന് വെച്ചോളൂ, എന്നാൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് സൗണ്ട് കേൾക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഇതുപോലെ മൈക്ക് നമ്മുടെ മൗത്തിനടുത്ത് വെച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇതിൽ വീണ്ടും ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യം. മൈക്ക് ക്വാളിറ്റി ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.